ബംഗ്ലാദേശിലെ ഹിന്ദു സന്യാസി അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ വിവിധ ഹൈന്ദവ സംഘടനാ നേതാക്കളെയും ഹിന്ദുക്കളെയും അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുന്നത് ബംഗ്ലാദേശ് തുടരുകയാണ്. ബംഗ്ലാദേശ് വലിയ പ്രക്ഷോഭം തന്നെയാണ് പലയിടത്തും നടക്കുന്നതെന്നാണ് പുറത്തുവരുന്ന വിവരം. പോലീസ് വളരെ മൃഗീയമായി തന്നെ ഹിന്ദുക്കളെ വേട്ടയാടുന്നു. ഇതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്നലെ പശ്ചിമ ബംഗാളിലടക്കം വലിയ പ്രകടനങ്ങളും മറ്റും നടന്നുവെങ്കിൽ ഇന്ന് അത് കുറച്ചുകൂടി അതിൻ്റെ രൂപം മാറിയിരിക്കുന്നു. പവൻ കല്യാൺ അടക്കമുള്ള നേതാക്കന്മാർ ഹിന്ദുക്കളോട് സംഘടിക്കുവാൻ ആഹ്വാനം നൽകിയിരിക്കുന്നു. ഇപ്പോഴും നമ്മൾ ഭിന്നിച്ച് നിന്നു കഴിഞ്ഞാൽ നമ്മൾ ഇല്ലാതാകും, അതുകൊണ്ട് തന്നെ സംഘടിക്കുക, ലോകമെമ്പാടുമുള്ള ഹിന്ദുക്കൾ സംഘടിച്ച് തെരുവിലിറങ്ങുക, വലിയ പ്രതിഷേധത്തിലേക്ക് മുൻപോട്ട് പോവുക, ഇന്ത്യ ശക്തമായി ഇടപെടുക, ഒപ്പം UN-ൽ ഈ ബംഗ്ലാദേശിലെ ഈ വിഷയത്തിൽ ഇടപെടാൻ വേണ്ടി അവർക്ക് ഫോഴ്സ് ചെലുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് വിവിധ ഹൈന്ദവ സംഘടനകളും സഞ്ജയ് ദത്ത് ഉൾപ്പെടെയുള്ള നടന്മാരും ഒക്കെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. എല്ലാവരുടെയും ആവശ്യം ഒന്ന് തന്നെയാണ്. ഈ ഒരു പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഹിന്ദുക്കൾ എന്തെങ്കിലും തരത്തിലുള്ള ഭിന്നതകളുണ്ടെങ്കിൽ അത് മറന്ന് ഒറ്റക്കെട്ടായി തെരുവിലിറങ്ങാനും പ്രതിഷേധിക്കാനും ഇത്തരം ആക്രമണങ്ങളെ സംഘടിതമായി ചെറുക്കുവാനുമുള്ളതാണ്. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ വലിയ വമ്പൻ പ്രക്ഷോഭത്തിനാണ് പല സംഘടനകളും ആഹ്വാനം നൽകിയിരിക്കുന്നത്. ലോകമെമ്പാടുമുള്ള ഹൈന്ദവ സംഘടനകളും പ്രതിഷേധത്തിന് ആഹ്വാനം നൽകിയിട്ടുണ്ട്. കാരണം ഇനിയും ബംഗ്ലാദേശിലെ ഈ കൂട്ടക്കുരുതി കണ്ടില്ലെന്ന് നടിക്കാനാവില്ല. കാരണം അവിടെ ന്യൂനപക്ഷങ്ങൾ നേരിടുന്നത് സമാനതകളില്ലാത്ത ക്രൂരതകളാണ്, കൂട്ടക്കൊലയാണ് അവിടെ നടക്കുന്നത്. ഒപ്പം തന്നെ ഈ ഹിന്ദുക്കളെ ജയിലിൽ അടച്ചുകൊണ്ട് നടത്തുന്ന ഒരു വലിയ രീതിയിലുള്ള ക്രൂരതകൾ. ഇതിനെതിരെ ഇപ്പോൾ തന്നെ ബംഗ്ലാദേശിൽ വലിയ പ്രതിഷേധ പ്രക്ഷോഭങ്ങൾ ഇന്നലെ മുതൽ നടന്നു വരുന്നു. എന്തിനേറെ പറയുന്നു, സന്യാസിയെ ജാമ്യത്തിലെടുക്കാൻ വന്ന അഡ്വക്കേറ്റിനെ പോലും കൊല്ലുന്ന തരത്തിലേക്ക് കലാപകാരികൾ മാറുന്നു. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ രാജ്യത്തുള്ള ഹൈന്ദവ സംഘടനകൾ, വിവിധ തരത്തിലുള്ള ഹൈന്ദവ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ ഹിന്ദുക്കളോട് സംഘടിക്കാൻ പറയുന്നത്. ഇവിടെ യോഗി ആദിത്യനാഥിൻ്റെ പ്രധാനപ്പെട്ട മുദ്രാവാക്യവും ഒരു വട്ടം കൂടി പ്രസക്തമാവുകയാണ്: ഭിന്നിച്ച് നിന്നാൽ അവർ നമ്മുടെ തലകൊയ്യും, ഒന്നിച്ച് നിന്നാൽ നമ്മളെ തോൽപ്പിക്കാൻ അവർക്കാവുകയില്ല എന്നുള്ളത്. ഏതായാലും ആ ഒരു മുദ്രാവാക്യം കൂടി ഏറ്റെടുത്തുകൊണ്ടാണ് UP-യിലടക്കം വമ്പൻ പ്രക്ഷോഭത്തിന് ഒരുങ്ങുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ.